സംഖ്യാപുസ്തകം 7-ാം അധ്യായം. മോശെ തിരുനിവാസം നിവർത്തിച്ചു കഴിഞ്ഞിട്ട് അതും അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും അഭിഷേകം ചെയ്ത് ശുദ്ധീകരിക്കുകയും യാഗപീഠത്തെയും അതിൻ്റെ സകല പാത്രങ്ങളെയും അഭിഷേകം കഴിച്ച് ശുദ്ധീകരിക്കുകയും ചെയ്ത ദിവസം തങ്ങളുടെ പ്രതിഭവനങ്ങളിൽ പ്രധാനികളും ഗോത്രപ്രഭുക്കന്മാരും എണ്ണപ്പെട്ടവരുടെ മേൽവിചാരകന്മാരും ആയ ഇസ്രായേൽ പ്രഭുക്കന്മാർ വഴിപാട് കഴിച്ചു. അവർ വഴിപാടായിട്ട് ഈ 2 പ്രഭുക്കന്മാർ ഓരോ വണ്ടിയും ഓരോരുത്തർ ഓരോ കാളയും, ഇങ്ങനെ കൂടുള്ള 6 വണ്ടിയും 12 കാളയും യഹോവയുടെ സന്നിധിയിൽ തിരുനിവാസത്തിന് മുമ്പിൽ കൊണ്ടുവന്നു. അപ്പോൾ യഹോവ മോശയോട്, അവരുടെ പക്കൽ നിന്നും അവയെ വാങ്ങുക, അവ സമാഗമന കൂടാരത്തിൻ്റെ ഉപയോഗത്തിന് ഇരിക്കട്ടെ. അവയെ ലേവ്യരിൽ ഓരോരുത്തന് അവനവൻ്റെ വിലയ്ക്ക് തക്കവണ്ണം കൊടുക്കണം എന്ന് കൽപ്പിച്ചു. മോശെ വണ്ടികളെയും കാളകളെയും വാങ്ങി ലേവ്യർക്ക് കൊടുത്തു. 2 വണ്ടിയും 4 കാളയും അവർ ഗെർശോന്യർക്കും അവരുടെ വേലയ്ക്കും തക്കവണ്ണം കൊടുത്തു. 4 വണ്ടിയും 8 കാളയും അവൻ മെരോര്യയുടെ പുരോഹിതനായ അഹരോൻ്റെ പുത്രൻ ഈഥാമാരിൻ്റെ കൈക്കീഴ് അവർക്കുള്ള വേലയ്ക്ക് തക്കവണ്ണം കൊടുത്തു. കെഹാത്യർക്ക് അവൻ ഒന്നും കൊടുത്തില്ല. അവരുടെ വേല വിശുദ്ധ മന്ദിരം സംബന്ധിച്ചുള്ളതും തോളിൽ ചുമക്കുന്നതും ആയിരുന്നു. യാഗപീഠം അഭിഷേകം ചെയ്ത ദിവസം പ്രഭുക്കന്മാർ പ്രതിഷ്ഠയ്ക്കുള്ള വഴിപാട് കൊണ്ടുവന്നു. യാഗപീഠത്തിന് മുമ്പാകെ പ്രഭുക്കന്മാർ തങ്ങളുടെ വഴിപാട് കൊണ്ടുവന്നു. അപ്പോൾ യഹോവ മോശയോട്, യാഗപീഠത്തിൻ്റെ പ്രതിഷ്ഠയ്ക്കായി ഓരോ പ്രഭു ഓരോ ദിവസം താൻ്റെ വഴിപാട് കൊണ്ടുവരണം എന്ന് കൽപ്പിച്ചു. 1-ാം ദിവസം വഴിപാട് കഴിച്ചവൻ യഹൂദ ഗോത്രത്തിലെ അമ്മീനാദാബിൻ്റെ മകനായ നഹശോൻ. അവൻ്റെ വഴിപാട് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 130 ശെക്കേൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ശെക്കേൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം. അവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത നേരിയ മാവുകൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗം നിറഞ്ഞതും 10 ശെക്കേൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം. ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവ്, ഒരു ആട്ടുകൊറ്റൻ, 1 വയസ്സുപ്രായമുള്ള ഒരു ആൺകുഞ്ഞാട്. പാപയാഗത്തിനായി ഒരു കോലാട്ടുകുട്ടൻ, സമാധാനയാഗത്തിനായി 2 കാള, 5 ആട്ടുകൊറ്റൻ, 5 കോലാട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള 5 ചെമ്മരിയാട്ടിൻകുട്ടി. ഇത് അമ്മീനാദാബിൻ്റെ മകനായ നഹശോൻ്റെ വഴിപാട്. 2-ാം ദിവസം ഇസ്സാഖാരിൻ്റെ മക്കളുടെ പ്രഭുവായ സൂവാരിൻ്റെ മകൻ നെഥയേൽ വഴിപാട് കഴിച്ചു. അവൻ വഴിപാട് കഴിച്ചത് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 130 ശെക്കേൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ശെക്കേൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം. ഇവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത നേരിയ മാവ് കൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗം നിറഞ്ഞതും 10 ശേക്കേൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം. ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവ്, ഒരു ആട്ടുകൊറ്റൻ, 1 വയസ്സുള്ള ഒരു കുഞ്ഞാട്. പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊറ്റൻ. സമാധാനയാഗത്തിനായി 2 കാള, 5 ആട്ടുകൊറ്റൻ, 5 കോലാട്ടുകൊറ്റൻ, 1 വയസ്സു പ്രായമുള്ള 5 കുഞ്ഞാട്. ഇത് സൂവാരിൻ്റെ മകനായ നെഥയേലിൻ്റെ വഴിപാട്. 3-ാം ദിവസം സെബൂലിൻ്റെ മക്കളുടെ പ്രഭുവായ ഹേലോൻ്റെ മകൻ ഏലിയാബ് വഴിപാട് കഴിച്ചു. അവൻ്റെ വഴിപാട് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 130 ശെക്കേൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ശെക്കേൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം. ഇവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത നേരിയ മാവുകൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗം നിറഞ്ഞതും 10 ശെക്കേൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം. ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവ്, ഒരു ആട്ടുകൊറ്റൻ, 1 വയസ്സു പ്രായമുള്ള ഒരു കുഞ്ഞാട്. പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊറ്റൻ. സമാധാനയാഗത്തിനായി 2 കാള, 5 ആട്ടുകൊറ്റൻ, 5 കോലാട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള 5 കുഞ്ഞാട്. ഇത് ഹേലോൻ്റെ മകൻ ഏലിയാബിൻ്റെ വഴിപാട്. 4-ാം ദിവസം രൂബേൻ്റെ മക്കളുടെ പ്രഭുവായ
ശെദയൂരിൻ്റെ മകൻ എലിസൂർ വഴിപാട് കഴിച്ചു. അവൻ്റെ വഴിപാട് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 130 ശെക്കേൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ശെക്കേൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം. ഇവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത് നേരിയ മാവ് കൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗം നിറഞ്ഞതും 10 ശെക്കേൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം. ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവ്, ഒരു ആട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞാട്. പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊറ്റൻ. സമാധാനയാഗത്തിനായി 2 കാള, 5 ആട്ടുകൊറ്റൻ, 5 കോലാട്ടുകൊറ്റൻ, 1 വയസ്സു പ്രായമുള്ള 5 കോലാട്. ഇത് ശെദയൂരിൻ്റെ മകൻ എലിസൂരിൻ്റെ വഴിപാട്. 5-ാം ദിവസം ശിമെയോൻ്റെ മക്കളുടെ പ്രഭുവായ സൂരിശദ്ദായിയുടെ മകൻ ശെലൂമിയേൽ വഴിപാട് കഴിച്ചു. അവൻ്റെ വഴിപാട് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 130 ശെക്കേൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ശെക്കേൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം. ഇവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത നേരിയ മാവ് കൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗം നിറഞ്ഞതും 10 ശെക്കേൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം. ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവ്, ഒരു ആട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞാട്. പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊറ്റൻ. സമാധാനയാഗത്തിനായി 2 കാള, 5 ആട്ടുകൊറ്റൻ, 5 കോലാട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള 5 കുഞ്ഞാട്. ഇത് സൂരിശദ്ദായിയുടെ മകൻ ശെലൂമിയേലിൻ്റെ വഴിപാട്. 6-ാം ദിവസം ഗാദിൻ്റെ മക്കളുടെ പ്രഭുവായ ദെയൂവേലിൻ്റെ മകൻ ഏലിയാസാഫ് വഴിപാട് കഴിച്ചു. അവൻ്റെ വഴിപാട് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 130 ശെക്കേൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ശെക്കേൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം. ഇവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത് നേരിയ ഒരു മാവ് കൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗം നിറഞ്ഞതും 10 ശെക്കേൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം. ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവ്, ഒരു ആട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞാട്. പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊറ്റൻ. സമാധാനയാഗത്തിനായി 2 കാള, 5 ആട്ടുകൊറ്റൻ, 5 കോലാട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള 5 കുഞ്ഞാട്. ഇത് ദെയൂവേലിൻ്റെ മകൻ ഏലിയാസാഫിൻ്റെ വഴിപാട്. 7-ാം ദിവസം എഫ്രൈമിൻ്റെ മക്കളുടെ പ്രഭുവായ അമ്മീഹൂദിൻ്റെ മകൻ എലിശാമ വഴിപാട് കഴിച്ചു. അവൻ്റെ വഴിപാട് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 130 ശെക്കേൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ശെക്കേൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം. ഇവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത നേരിയ മാവ് കൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗം നിറഞ്ഞതും 10 ശെക്കേൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം. ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവ്, ഒരു ആട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞാട്. പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊറ്റൻ. സമാധാനയാഗത്തിനായി 2 കാള, 5 ആട്ടുകൊറ്റൻ, 5 കോലാട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള 5 കുഞ്ഞാട്. ഇത് അമ്മീഹൂദിൻ്റെ മകൻ എലിശാമയുടെ വഴിപാട്. 8-ാം ദിവസം മനശ്ശെയുടെ മക്കളുടെ പ്രഭുവായ പെദാസൂരിൻ്റെ മകൻ ഗമലിയേൽ വഴിപാട് കഴിച്ചു. അവൻ്റെ വഴിപാട് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 130 ശെക്കേൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ശെക്കേൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം. ഇവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത നേരിയ മാവ് കൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗം നിറഞ്ഞതും 10 ശെക്കേൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം. ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവ്, ഒരു ആട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞാട്. പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊറ്റൻ. സമാധാനയാഗത്തിനായി 2 കാള, 5 ആട്ടുകൊറ്റൻ, 5 കോലാട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള 5 കുഞ്ഞാട്. ഇത് പെദാസൂരിൻ്റെ മകൻ ഗമലിയേലിൻ്റെ വഴിപാട്. 9-ാം ദിവസം ബെന്യാമീൻ്റെ മക്കളുടെ പ്രഭുവായ ഗിദെയോനിയുടെ മകൻ അബിദാൻ വഴിപാട് കഴിച്ചു. അവൻ്റെ വഴിപാട് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 130 ശെക്കേൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ശെക്കേൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം. ഇവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത നേരിയ മാവ് കൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗം നിറഞ്ഞതും 10 ശെക്കേൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം. ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവ്, ഒരു ആട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞാട്. പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊറ്റൻ.
സമാധാനയാഗത്തിനായി 2 കാള, 5 ആട്ടുകൊറ്റൻ, 5 കോലാട്ടുകൊറ്റൻ, 1 വയസ്സു പ്രായമുള്ള 5 കുഞ്ഞാട്. ഇത് ഗിദെയോനിയുടെ മകൻ അബീദാമിൻ്റെ വഴിപാട്. 10-ാം ദിവസം ദാന്റെ മക്കളുടെ പ്രഭുവായ അമ്മീശദായുടെ മകൻ അഹിയാസർ വഴിപാട് കഴിച്ചു. അവൻ്റെ വഴിപാട് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 130 ശെക്കേൽ തൂക്കമുള്ള വെള്ളിത്തളിക, 70 ശെക്കേൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം. ഇവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത നേരിയ മാവ് കൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗം നിറഞ്ഞതും 10 ശെക്കേൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം. ഹോമയാഗത്തിനായി 1 കാളക്കിടാവ്, 1 ആട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞാട്. പാപയാഗത്തിനായി 1 കോലാട്ടുകൊറ്റൻ. സമാധാനയാഗത്തിനായി 2 കാള, 5 ആട്ടുകൊറ്റൻ, 5 കോലാട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള 5 കുഞ്ഞാട്. ഇത് അമീശദായുടെ മകൻ അഹീയേസെരിൻ്റെ വഴിപാട്. 11-ാം ദിവസം അശേരിൻ്റെ മക്കളുടെ പ്രഭുവായ ഒക്രാൻ്റെ മകൻ പഗിയേൽ വഴിപാട് കഴിച്ചു. അവൻ്റെ വഴിപാട് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കമുള്ള 130 ശെക്കേൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ശെക്കേൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം. ഇവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത നേരിയ മാവ് കൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗം നിറഞ്ഞതും 10 ശെക്കേൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം. ഹോമയാഗത്തിനായി 1 കാളക്കിടാവ്, 1 ആട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞാട്. പാപയാഗത്തിനായി 1 കോലാട്ടുകൊറ്റൻ. സമാധാനയാഗത്തിനായി 2 കാള, 5 ആട്ടുകൊറ്റൻ, 5 കോലാട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള 5 കുഞ്ഞാട്. ഇത് ഒക്രാൻ്റെ മകനായ പഗിയേലിൻ്റെ വഴിപാട്. 12-ാം ദിവസം നഫ്താലിയുടെ മക്കളുടെ പ്രഭുവായ ഏനാൻ്റെ മകൻ അഹീര വഴിപാട് കഴിച്ചു. അവൻ്റെ വഴിപാട് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 130 ശെക്കേൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ശെക്കേൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം. ഇവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത നേരിയ മാവ് കൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗം നിറഞ്ഞതും 10 ശെക്കേൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം. ഹോമയാഗത്തിനായി 1 കാളക്കിടാവ്, 1 ആട്ടുകൊറ്റൻ, 1 വയസ്സു പ്രായമുള്ള ഒരു കുഞ്ഞാട്. പാപയാഗത്തിനായി 1 കോലാട്ടുകൊറ്റൻ. സമാധാനയാഗത്തിനായി 2 കാള, 5 ആട്ടുകൊറ്റൻ, 5 കോലാട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള 5 കുഞ്ഞാട്. ഇത് ഏനാൻ്റെ മകൻ അഹീരയുടെ വഴിപാട്. യാഗപീഠം അഭിഷേകം ചെയ്ത ദിവസം ഇസ്രായേൽ പ്രഭുക്കന്മാരുടെ പ്രതിഷ്ഠ വഴിപാട് ഇത് ആയിരുന്നു. വെള്ളിത്തളിക 12, വെള്ളിക്കിണ്ണം 12, പൊൻകലശം 12. വെള്ളിത്തളിക ഒന്നിന് തൂക്കം 130 ശെക്കേൽ, കിണ്ണം ഒന്നിന് 70 ശെക്കേൽ. ഇങ്ങനെ വെള്ളിപ്പാത്രങ്ങളാകെ വിശുദ്ധ മന്ദിരത്തിന് തൂക്കപ്രകാരം 2400 ശെക്കേൽ. ധൂപവർഗം നിറഞ്ഞ പൊൻകലശം 12, ഓരോന്നും വിശുദ്ധ മന്ദിരത്തെ തൂക്കപ്രകാരം 10 ശെക്കേൽ വീതം. കലശങ്ങളുടെ പൊന്ന് ആകെ 120 ശെക്കേൽ. ഹോമയാഗത്തിനുള്ള 4 കാലുകളെല്ലാം കൂടി കാളക്കിടാവ് 12, ആട്ടുകൊറ്റൻ 12, 1 വയസ്സ് പ്രായമുള്ള കുഞ്ഞാട് 12. അവയിൽ ഭോജനയാഗം പാപയാഗത്തിനായി കോലാട്ടുകൊറ്റൻ 12, സമാധാനയാഗത്തിനായി 4 കാലുകളെല്ലാം കൂടെ കാള 24, ആട്ടുകൊറ്റൻ 60, കോലാട്ടുകൊറ്റൻ 60, 1 വയസ്സ് പ്രായമുള്ള കുഞ്ഞാട് 60. യാഗപീഠത്തിലെ അഭിഷേകം ചെയ്ത ശേഷം അതിൻ്റെ പ്രതിഷ്ഠയ്ക്കുള്ള വഴിപാട് ഇത് തന്നെ. മോശ തിരുമുമ്പിൽ സംസാരിപ്പാൻ സമാഗമന കൂടാരത്തിൽ കടക്കുമ്പോൾ അവൻ സാക്ഷ്യപെട്ടകത്തിന്മേലുള്ള കൃപാസനത്തിങ്കൽ നിന്ന് 2 കെരൂബുകളുടെ നടുവിൽ നിന്ന് തന്നോട് സംസാരിക്കുന്ന തിരുശബ്ദം കേട്ടു. അങ്ങനെ അവൻ അവനോട് സംസാരിച്ചു. ഇങ്ങനെ 7-ാം അധ്യായം അവസാനിക്കുന്നു.